നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ക്ഷേത്ര സന്നിധിയിൽ ദർശന സായുജ്യ നിർവൃതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസാഗരം തീർത്ത് മോദിയുടെ റോഡ് ഷോ. വികസന വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കാണിക്കാതെ പ്രവർത്തിക്കുമെന്ന് CC മുകുന്ദൻ MLA. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോടുള്ള സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടിയോടെ വരവേൽപ്പ്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്നതായിരുന്നു തൃപ്രയാറിനെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാക്കിയത്. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു. പോളി ജംഗ്ഷൻ മുതൽ ക്ഷേത്രം പടിഞ്ഞാറേ നട വരെ ബാരിക്കേഡുകൾ നിരത്തിയിടത്തിന് പുറകിൽ നിന്ന് നിശ്ചയിച്ച പ്രകാരം BJP പ്രവർത്തകർ വരിയായി അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നു. രാവിലെ 9 മണിവരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ദർശനത്തിനായി പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രം റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള തൊപ്പി ധരിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വർണ്ണ ബലൂണുകളും കൊടികളുമായി നിശ്ചിത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ വരവേൽക്കാനായി കാത്തുനിന്നു. ഇതിനിടെ നേരത്തെ നിശ്ചയിച്ചതിലും 20 മിനിറ്റ് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങി. തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് മുഖേന അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളി ജംഗ്ഷനിൽ പ്രവേശിച്ചു. ഇതോടെ മണിക്കൂറോളം അദ്ദേഹത്തെ കാത്തുനിന്ന BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടിയുമായി ആഹ്ലാദരവോടെ വരവേറ്റു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ക്ഷേത്രം നടവാതിൽക്കലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് തിങ്ങിനിറഞ്ഞ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാതായില്ലെന്നതിന്റെ സങ്കോചമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനും കമ്മീഷണർ C അനിൽകുമാറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗോശാല കൃഷ്ണനും ശാസ്താവിനും ഗണപതിക്കും തേവർക്കും വെള്ളിക്കൂടത്തിൽ അദ്ദേഹം നെയ്യ് സമർപ്പിച്ചു. തേവർക്ക് കദളിക്കുലയും 2 പൂപ്പാലികയിൽ താമരമൊട്ടും തുളസിയും സമർപ്പിച്ചു. തുടർന്ന് അദ്ദേഹം തേവരുടെ നടയിൽ അനിഴം നക്ഷത്രത്തിൽ അഷ്ടോത്തര ശതവും പുരുഷ സൂക്തവും പുഷ്പാഞ്ജലിയും സമർപ്പിച്ചു. ക്ഷേത്രം മുഖമണ്ഡപത്തിൽ ആഞ്ജനേയർക്ക് മുൻപിൽ അദ്ദേഹം ദീപം തെളിയിച്ചു. ഈ സമയം തേവരുടെ നടയിൽ വെച്ച് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീരാമ മന്ത്രങ്ങളടങ്ങിയ പത്രിക സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ രാമായണം ഭജൻ, വേദിക് ശാന്തി ഭജൻസ് എന്നിവ 25 കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് 15 മിനിറ്റോളം അദ്ദേഹം ആസ്വദിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. തൃശൂർ ബ്രഹ്മസമഠത്തിലെ വേദവിദ്യാർത്ഥികളാണ് വേദാർച്ചനയിൽ പങ്കെടുത്തത്. തുടർന്ന് അദ്ദേഹം മടങ്ങാനൊരുങ്ങുന്നതിനിടെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ കൈമാറി. ഇതോടൊപ്പം തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന രൂപവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപഹാരമായി സമ്മാനിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനവ്യൂഹത്തിൽ അകമ്പടിയോടെ പോകുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിയാത്തതിന്റെ നിരാശയിലായിരുന്നു BJP പ്രവർത്തകരെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഇവർക്ക് ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത സമ്മാനമായിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭണ്ഡാരത്തിന് മുൻപിൽ കാർ നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാതിൽക്കൽ നിന്ന് കൈകൾ വീശിയതോടെ തിങ്ങിനിറഞ്ഞ പ്രവർത്തകരുടെ ആവേശം അണമുറിയാതെ ഉയർന്നു.
തുടർന്ന് ക്ഷേത്രം റോഡിൽ ഇരുവശങ്ങളിലുമായി തന്നെ കാത്തുനിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി കൈവേശി നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി. അതേസമയം ചരിത്രപ്രസിദ്ധമായ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നതിനിടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനത്തിനായി എത്തിയതിന്റെ ആഹ്ലാദ നിറവിലാണ് ശ്രീരാമഭക്തർ. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദിയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്കുമെത്തി. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃപ്രയാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.കെ. സുദർശൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. ക്ഷേത്രത്തിലേക്കെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിക്കുന്നതിനും തീർത്ഥാടന ടൂറിസത്തിൽ ഇടം പിടിക്കുന്നതിനും ഇതിലൂടെ സാധ്യമാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ വേണ്ട പരിഗണന തൃപ്രയാർ ക്ഷേത്രത്തിന് ലഭിക്കുമെന്നാണ് ദേവസ്വം അധികൃതരുടെ പ്രതീക്ഷ. ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തിവരുന്ന തൃപ്രയാർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.കെ. സുദർശനൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ആർക്കിയോളജി വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം സാധ്യതമാക്കുവാൻ പ്രധാനമന്ത്രിയിൽ നിന്നുള്ള സഹകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ പ്രേമം രാജ് ചൂണ്ടലാത്ത്, എം.ബി. മുരളീധരൻ, ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി എം. മനോജ് കുമാർ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾക്ക് നേരത്തെ തന്നെ തൃപ്രയാർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അപ്പോൾ അതിൽ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു മേൽനോട്ടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ അതിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈവൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഇതിലുള്ള പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നമുക്ക് ആ രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയാതെ വരും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ സമഗ്രമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രത്തെ നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ടൂറിസം പിൽഗ്രിം സെൻറ്റർ, എല്ലാവർക്ക് താമസിക്കാനുള്ളതും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളതും പ്രാഥമിക ആവശ്യങ്ങൾക്കും വലിയ പാർക്കിംഗ് സെൻറ്ററൊക്കെ ആയിട്ടുള്ള രീതിയിൽ പ്രയർ ഹാളുകളൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് പിൽഗ്രിം സെൻറ്റർ, അതും ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കേണ്ട കാര്യം അത് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമുക്ക് മെമ്മോറാണ്ടം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സന്ദർശനത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിന് സമഗ്രമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കഴിയും. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി സുജിൽ കരിപ്പായിൽ ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. ശ്യാംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.വി. യദുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി.വി. വികാസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, അനിത ത്രിദീപ് കുമാർ, സിജി സുരേഷ്, അജ്മൽ ഷരീഫ്, വൈശാഖ് വേണുഗോപാൽ,
പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഇക്ബാൽ, സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ PS സന്തോഷ്, CR അറുമുഖൻ, MA സലീം, ഡേവിസ് വാഴപ്പള്ളി, UR രാഗേഷ്, ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുവീത് കുന്തറ എന്നിവർ സംസാരിച്ചു. ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയുടെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, ജില്ലകളിലും, സംസ്ഥാനത്തുമൊക്കെ പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ മുഖങ്ങൾ കടന്നു വരികയാണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ യൂത്തിൻ്റെ ഒരു ഐക്കണായിരുന്നു, ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയായിരുന്നു. ഷാഫി പറമ്പിലിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചെറിയ കുട്ടികളും KSUക്കാരും യൂത്ത് കോൺഗ്രസും ഒക്കെ അനേകമാണ് കേരളത്തിൽ. മണലൂർ പഞ്ചായത്തും കെൽട്രോണും സംയുക്തമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പ് QR കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദീപ MK, മെമ്പർമാരായ ഷോയ് നാരായൺ, ധർമ്മൻ പടത്താട്ടിൽ, ഷാനി, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ്, VEO ജിഷ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മസേനയിലെയും കുടുംബശ്രീയിലെയും അംഗങ്ങൾക്ക് ഹരിതമിത്രം ആപ്പിനെ സംബന്ധിച്ച പരിശീലന ക്ലാസ്സിന് ഹരിതമിത്രം പ്രൊജക്ട് അസിസ്റ്റന്റ് മഹേഷ് നേതൃത്വം നൽകി. വിവരശേഖരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ QR കോഡും പതിപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ വേണം. ആ സിസ്റ്റമാറ്റിക് ഓർഡർ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു, അവിടെ നമ്മൾ ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത് പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഹരിതമിത്രത്തിൻ്റെ ആപ്പിൻ്റെ QR കോഡ് നമ്മൾ എല്ലാ വീട്ടിലും പതിക്കും. എല്ലാ വീട്ടിലും തിരിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇത് ചെയ്യും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ ഇപ്പോൾ ഒരു വീട്ടിൽ അവിടെ ആളില്ല എന്ന് പറയണമെങ്കിൽ തന്നെ നമ്മൾ അവിടെ ചെന്നു എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി നമുക്ക് അവരുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എൻട്രി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അത് ഇവിടെ ഇരുന്നുകൊണ്ട് വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റ് സംഘടിപ്പിച്ചു. പാഠ്യേതര മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച് ജില്ലാ ജേതാക്കളാകാൻ വിദ്യാർത്ഥികളെ ഒരുക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച രക്ഷാകർത്താക്കളെയാണ് സല്യൂട്ട് ദ പാരന്റ് ചടങ്ങിൽ ആദരിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. RCUP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റിന് തുടക്കം കുറിച്ച സ്കൂളിന്റെ മുൻ പ്രധാനാധ്യാപകൻ OJ ഷാജൻ സല്യൂട്ട് ദ പാരന്റ് എന്ന പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്ക് മൊമെന്റോയും വിതരണം ചെയ്തു. 230ഓളം കുട്ടികളുടെ രക്ഷിതാക്കളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, മാതൃസംഘം പ്രസിഡന്റ് സുമിത ഉണ്ണി, ഫസ്റ്റ് അസിസ്റ്റന്റ് സീജ ജോസഫ് എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി സമാപനവും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡെസിനിയൽ സെലിബ്രേഷൻ ഉദ്ഘാടനവും PTA ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിരമിക്കുന്ന അധ്യാപിക മേരി പോളിനുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ടീച്ചർ സർവീസിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുകയാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഗുജറാത്തിലെ സൂറത്തിൽ 2 വർഷവും ഡോൺ ബോസ്കോ സ്കൂളിൽ 5 വർഷവും അധ്യാപക. ശരിക്കും പറഞ്ഞാൽ ആ 7 വർഷവും ഈ 19 വർഷവും കൂടി 26 വർഷം വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപികയാവാനുള്ള ഭാഗ്യം മേരി ടീച്ചർക്ക് ഉണ്ടായി. മേരി ടീച്ചറുടെ എല്ലാ സേവനങ്ങളെയും പൊതുസമൂഹം പ്രത്യേകമായും നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ടീച്ചറെ കണ്ടാൽ അറിയാം, ഇപ്പോഴും റിട്ടയർ ചെയ്യാനായിട്ടില്ല. 26 വയസ്സ് 26 വർഷത്തെ അധ്യാപിക ആയതുകൊണ്ട് തന്നെയാണ് 56 വയസ്സാകുമ്പോഴും ഈ യൗവനം സൂക്ഷിച്ച് നിൽക്കുന്നത് അധ്യാപകന് കിട്ടുന്നൊരു വലിയൊരു ഗുണമാണ്. കുട്ടികളുമായും പൊതുസമൂഹവുമായും നിരന്തരമായി ഇടപഴകി ജീവിക്കുന്നവരെപ്പോഴും അവർ ഊർജ്ജസ്വലതയോടുകൂടിയ പ്ലസന്റായി ഇട്ടിരിക്കും. സ്കൂൾ മാനേജർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ AV ജോളി ആമുഖപ്രസംഗം നടത്തി. തുടർന്ന് അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, പൂർവ്വ വിദ്യാർത്ഥി സജീവ് രാമൻ,
OSA പ്രസിഡന്റ് സലാം കക്കേരി, CJ മേരി കൃപ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ബുധനാഴ്ച വൈകിട്ട് വിശിഷ്ടാതിഥികൾക്കുള്ള സ്വീകരണവും നൽകി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടുമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് സമ്മാന വിതരണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് റാഫി കൊമ്പൻ, റെനി പോൾ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. സ്മരണിക പ്രകാശനവും നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ KA ജോർജ് ആമുഖപ്രസംഗം നടത്തി. MK ഷൺമുഖൻ, ഫാദർ ബെൻവിൻ തട്ടിൽ, ജെയിംസ് ചാലിശ്ശേരി, ജിനി സുബീഷ്, A വില്യം തോമസ്, ഓസ്റ്റിൻ പോൾ, MS ക്ലോഡിയ, ജോർജ് പീറ്റർ, BD സ്വപ്ന, മേരി പോൾ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വികസന വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കാണിക്കാതെ പ്രവർത്തിക്കുമെന്ന് CC മുകുന്ദൻ MLA. തൃപ്രയാർ അയ്യപ്പ സേവാ സമിതിയുടെ ഈ വർഷത്തെ സേവാ പ്രവർത്തനങ്ങളുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെടാൻ ഏത് സമയത്തും നമ്മൾ താല്പര്യം കാട്ടുന്ന ഞാനുണ്ട് വരാൻ. അങ്ങനെ തടസ്സത്തിൻ്റെ ആവശ്യം നമ്മുടെ പ്രദേശത്തില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിനാവശ്യമായ അതിൻ്റെ അകത്ത് ജാതിയോ മതമോ വേറെ വിഷയമൊന്നും നമ്മളെ സംബന്ധിച്ച് മനസ്സിലില്ല. എന്തു പറഞ്ഞാലും നമ്മുടെ പ്രദേശത്തെ ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ നാട്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിന് മുമ്പ് നമുക്കറിയാലോ, നമ്മുടെ പ്രദേശത്തിനെ കുറിച്ച് നമ്മുടെ ഈ ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശം വളരെ മഹനീയമായ ചില അമ്പലങ്ങളെ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിക്കൂടിയിട്ടുള്ള ഒരുപാട് ദൈവികമായ സമീപനങ്ങൾ പ്രദേശത്തുണ്ട്. വർക്കിംഗ് ചെയർമാൻ ഗിരി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. RSS സംഘ് ചാലക് KS പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. K രഘുനാഥ് ആമുഖ പ്രസംഗം നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വാർഡ് അംഗം സുരേഷ് ഇയാനി, അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി കോളങ്ങാട്ട്, ദിനേശ് വെള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു. കവിയത്രി ഷാജിദ സലീമിന്റെ പ്രാർത്ഥനാഗീതത്തോടെയാണ് യോഗം ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ യൂണിറ്റിന്റെ 32ാം വാർഷിക സമ്മേളനം കാഞ്ഞാണി സിംല മാളിൽ വെച്ച് സംഘടിപ്പിച്ചു. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ജോസ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് P ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമളാദേവി, സുധീരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊച്ചത്ത്, ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, യൂണിറ്റ് സെക്രട്ടറി KG രാമദാസ്, ട്രഷറർ VV ദിവാകരൻ, TK പോൾ, പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് അംഗമായ PR മുരളീധരനെ സംസ്ഥാന കൗൺസിൽ അംഗം KG ശശിധരൻ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ലോൺ എടുക്കാൻ സാധിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന നിലപാടിലാണ് സർക്കാർ. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. UDF എല്ലാ MP-മാരും ഇതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിമാരെല്ലാവരും ചെന്ന് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യാൻ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ
ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, മരുന്നുകൾ ലഭ്യമാക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിനോടുള്ള സർക്കാരിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുനിൽ അന്തിക്കാട്. കഴിഞ്ഞ UDF ഭരണസമിതി കാലത്ത് തുടങ്ങിവച്ച കിടത്തി ചികിത്സ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. 3 വർഷങ്ങളോളമായി കിടത്തി ചികിത്സ നിലച്ചിട്ട്. സ്ഥിരമായി 3 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഒരു ഡോക്ടർ മാത്രമേ നിലവിലുള്ളൂ. പകർച്ചവ്യാധികളും രോഗങ്ങളും പടർന്നു പിടിച്ച് രോഗികൾ ബുദ്ധിമുട്ടുന്ന കാലത്താണ് സ്ഥിരമായി ഡോക്ടറില്ലാതെ നാട്ടിക ആശുപത്രിയിൽ രോഗികൾ വലയുന്നത്. വൈകിട്ട് 6 മണിവരെ ഒരു ഡോക്ടർ പരിശോധനയ്ക്ക് ഇരിക്കണം എന്നിരിക്കെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഡോക്ടർ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളോ പഞ്ചായത്തോ ഒരു നടപടിയും എടുക്കുന്നുമില്ല. മരുന്നുകൾ പൂർണ്ണമായും ലഭിക്കുന്നില്ല. വൈകിട്ട് വരുന്ന രോഗികളെ സ്വകാര്യ ക്ലിനിക്കുകളിലേക്കാണ് ഇവിടുത്തെ ജോലിക്കാർ അയക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾക്കും സ്വകാര്യ ക്ലിനിക്കുകൾക്കും വരുമാനമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെയും നാട്ടികയിലെയും കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും സുനിൽ അന്തിക്കാട് ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് EB ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, PC ജയബാലൻ, KV സുകുമാരൻ, ബിന്ദു പ്രദീപ്, ജീജ ശിവൻ എന്നിവർ സംസാരിച്ചു. KR ദാസൻ, കണ്ണൻ പനക്കൽ, UB മണികണ്ഠൻ, AS പത്മപ്രഭ, ബാബു പനക്കൽ, K വിനോദ് കുമാർ, മോഹനൻ പുല്ലാക്കപ്പറമ്പിൽ, പ്രകാശൻ വിയത്ത്, ഭാസ്കരൻ അന്തിക്കാട്, KA വാസൻ, PM സുബ്രഹ്മണ്യൻ, ഹേമ പ്രേമൻ, മുഹമ്മദ് അലി കണിയാർക്കോട്, സരള, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, രഘുനാഥ് നായരുശ്ശേരി, സക്കറിയ കാവുങ്ങൽ, ആദർശ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ഹൈസ്കൂളിൽ ആദരണീയം 2024 CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങളും അതിൻ്റെ പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ദിവസം നിന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും മനസ്സിന് സന്തോഷിക്കുന്നതും സന്തോഷമില്ലാത്ത അനുഭവങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ആ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച്. ഞാനുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാഠ്യേതര പുസ്തകം അന്തിക്കാടുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, എന്നെ എഴുതിക്കൊണ്ട് അവതരിപ്പിക്കാൻ ഒരു ടീം തയ്യാറായിട്ടുണ്ട്. അതിലും അന്തിക്കാട് ഞാനുമായി വിദ്യാഭ്യാസമായി ബന്ധപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ. PTA പ്രസിഡന്റ് ഷജിൽ അധ്യക്ഷത വഹിച്ചു. നടനും എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ നന്ദകിഷോർ വിശിഷ്ടാതിഥിയായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. കലാകായിക ശാസ്ത്രമേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കൃഷ്ണകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, വാർഡ് മെമ്പർ TP രഞ്ജിത്ത് കുമാർ, KGM LP സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രധാനാധ്യാപിക VR ഷില്ലി, PTA വൈസ് പ്രസിഡന്റ് സജീഷ് മാധവൻ, MPTA പ്രസിഡന്റ് സിജിത രാജീവ്, വൈസ് പ്രസിഡന്റ് ഫെബിന ലത്തീഫ്, മാനേജ്മെന്റ് സെക്രട്ടറി വിനോദ്, സ്കൂൾ ചെയർപേഴ്സൺ നന്ദന മോഹൻ, പ്രോഗ്രാം ജനറൽ കൺവീനർ TR സാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രദീപ് കൊച്ചത്ത്, സന്ദീപ് മോഹൻദാസ്, മനോജ് കുറ്റിപ്പറമ്പിൽ, റെജിന നാസർ, രാധാചന്ദ്രൻ, സജ്ന ജിബിൻ, അശ്വതി, ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. 1 2 3 4 പോകുന്നുണ്ട് ഈ പന്തലിൽ താങ്ങി നിർത്താം. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പിള്ളേര്
വെറും പിള്ളേരുകളല്ല, അവര് പില്ലാറുകളാണ്, അവര് താങ്ങേണ്ടവരാണ്, അവര് തൂണുകളാണ്. അവള് നേരത്തെ കുടുംബത്തെ, രാഷ്ട്രത്തെ, സമൂഹത്തെ, ലോകത്തെ തന്നെ താങ്ങി നിർത്തേണ്ട പില്ലാറുകളെ വാർത്തെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പിള്ളേരുകളിയല്ല എന്ന്. പെരിങ്ങോട്ടുകര കിഴക്കുമുറി വേളേക്കാട്ട് മേച്ചേരി തമ്പുരാൻ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രം ട്രസ്റ്റിന്റെ മഹോത്സവത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. സിനിമാ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, വലിയവൻ ചെറിയവൻ വിഭാഗീയ ചിന്തകൾ രാഷ്ട്രീയം ഒന്നുമില്ലാതെ നമ്മൾ എല്ലാവരും ഒരേപോലെ ജീവിക്കാനുള്ള കരുതൽ നമുക്കുണ്ടാകണം. അതിനുള്ള സ്നേഹവും സാഹോദര്യവും ആരെന്നുള്ളതല്ല, എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകണം. നമുക്ക് അതിന് മനസ്സ് ശുദ്ധമാക്കുക, വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാതെ സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ എൻ്റെ എന്ന ചിന്തയില്ലാതെ നമ്മുടെ എന്ന് പറയാനുള്ള മനസ്സുണ്ടാകുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം ശുദ്ധമായ മനസ്സ് ശരിയാക്കുക തന്നെയാണ്. അത് പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവ് ആകാതിരിക്കുക. ഈ ക്ഷേത്രങ്ങളും ഭക്തിപാരായണങ്ങളും സന്ധ്യാനാമം ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള. റിട്ടയേർഡ് IAS ഗുണവർദ്ധനൻ മുഖ്യാതിഥിയായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി വേളക്കാട്ട് രാജപ്പൻ, ക്ഷേത്രമേൽശാന്തി സുധി ശാന്തി, സിദ്ധൻ പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ധന്യ വേളേക്കാട്ടിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി, അനഘ സന്തോഷ് അവതരിപ്പിച്ച കുച്ചിപ്പുടി, പെരിങ്ങോട്ടുകര മായ നടനം അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് എന്നിവ അരങ്ങേറി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയുടെ ഓഫീസിനു സമീപം പൊതുജനങ്ങൾക്കായി കുടിവെള്ള ടാപ്പ് സ്ഥാപിച്ചു. കുടിവെള്ള പൈപ്പിന്റെ ഉദ്ഘാടനം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിതയും തസ്കിയത്ത് വനിതാ കൂട്ടായ്മ അംഗവുമായ ഷബന ഷമീറും ചേർന്ന് നിർവഹിച്ചു. കൂട്ടായ്മ രക്ഷാധികാരി മുഹമ്മദ് നാസിം ചിറക്കുഴി, കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത്, കൂട്ടായ്മ അംഗങ്ങളായ ഷഹബു, ഷാഫി, ഹാഷിം, അൻവർ, ഷാജു, മെഹബൂബ് തങ്ങൾ, റാഫി, സൽമാൻ, റസാഖ്, നസറു, തൊയ്യൂബ്, സിറാജ്, ഷിഹാബ്, ഖലീൽ, നാസർ, ഹർഷാദ്, യൂനുസ്, ഷംസു, സോണി വിശ്വൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തി മുന്നോട്ട് വരുന്ന ഒരു കൂട്ടായ്മയാണ് തസ്കിയത്ത് കൂട്ടായ്മ. അതിൻ്റെ പേരിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുടിവെള്ളം ലഭ്യമല്ലാത്ത ഒരവസ്ഥ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടി വരുന്ന ഒരവസ്ഥ കൂടിയാണ്. ഇന്ന് തസ്കിയത്ത് കൂട്ടായ്മയുടെ കീഴിൽ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ഇതിൻ്റെ കൂട്ടായ്മയുടെ ഹെഡായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷമീർ, നാലകത്ത് ഷമീർ അല്ലെങ്കിൽ ചിക് സിറ്റി ഷമീർ എന്നറിയപ്പെടുന്ന ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം എടുക്കാവുന്ന രീതിയിൽ ഇന്നിവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. തൃശൂരിൽ വെച്ച് നടന്ന മിസ്റ്റർ തൃശൂർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ അർജുൻ ദിനേശ് ഫൈനലിസ്റ്റായി. ജൂനിയർ വിഭാഗത്തിൽ നബീൽ VJ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സീനിയർ വിഭാഗത്തിൽ ഷെയ്ം ഹുസൈൻ നാട്ടിക 3ാം സ്ഥാനവും, വനിതാ വിഭാഗ മത്സരത്തിൽ ജെനി ജോസഫ് 2 ബ്രോൺസ് മെഡലും 1 വെള്ളി മെഡലും സ്വന്തമാക്കി. മണപ്പുറം ഫിറ്റ്നസ് സെന്ററിൽ ഡയറക്ടറും മിസ്റ്റർ ഇന്ത്യയുമായ റഫീഖ് റോഷിന്റെ കീഴിലാണ് താരങ്ങൾ പരിശീലനം നടത്തിയത്. മണപ്പുറം ഫിറ്റ്നസ് ട്രെയിനർ ഷിൻഡു ശങ്കർ ആയിരുന്നു ടീം മാനേജർ. തളിക്കുളം മെഹഫിൽ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ സദസ്സിന് തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വിനോദൻ മാസ്റ്ററെ അനുസ്മരിക്കും. ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ വ്യാഴാഴ്ച വൈകിട്ട് 4-ന് വിനോദവിസ്മയം 2024 എന്ന പേരിൽ നടത്തുന്ന അനുസ്മരണ പരിപാടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്യും. VS പ്രദേശ് അധ്യക്ഷത വഹിക്കും. അബ്ദുൽ സത്താർ ആമുഖപ്രസംഗം നടത്തും. ചിത്രകാരനും ഗായകനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, കവി P സലീം രാജ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. മെഹഫിൽ സദസ്സിലെ മുതിർന്ന ഗായകനായ അർജുനൻ മാഷെ ചടങ്ങിൽ ആദരിക്കും. റിയാദ്, K ദിനേശ് രാജ, യഹിയ, NS വേണുഗോപാലൻ, PK ഭരതൻ എന്നിവർ വിനോദൻ മാസ്റ്ററെ അനുസ്മരിക്കും. തുടർന്ന് മെഹഫിൽ സദസ്സിന്റെ ഗാനാർച്ചനയും അരങ്ങേറും. വലപ്പാട് തിരുപ്പഴഞ്ചേരി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലയോടനുബന്ധിച്ച്
വീട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വലപ്പാട് തിരുപ്പഴഞ്ചേരി വീട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തിരുവാതിരക്കളി നടന്നത്. വീട്ടുകൂട്ടം കൂട്ടായ്മ അംഗങ്ങളായ ഡോളി റിനോ, രശ്മി ഷിജോ, സോനാലി സംഗീത്, ജിഷ സുധീർ, ശോഭി ഷൈജൻ, പ്രേമ സഞ്ജീവ്, നിത ശ്യാം, സുവർണ ബാനർജി എന്നിവർ നേതൃത്വം നൽകി. പോയതല്ലോ കലപുരി തന്നിൽ പശ്ചാത്താപം കുറയണ് രാമന്റെ ശരമുല്യാൽ മോക്ഷത്തിനും കടികടക്കാൻ മുഖമുറ്റല്ലോ. ശ്രീരാമ അയമരുളൂ ശ്രീരാമ പ്രാർത്ഥനയെ കാനിരിയും കാത്തരുളൂ ശ്രീരാമ അയമരുളൂ ശ്രീരാമ പ്രാർത്ഥനയെ കാനിരിയും ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ബ്രഹ്മശ്രീ മുരളി പെരുംചേരിയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണവും വൈകുന്നേരം 7:30 ആതിര രാജുവിന്റെ നേതൃത്വത്തിൽ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് അവതരിപ്പിച്ച നൃത്താവതരണവും നടന്നു. 6ാം ദിവസമായ ബുധനാഴ്ച രേവതി വിളക്കും വൈകുന്നേരം 7:30 പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവ കൂത്ത് അരങ്ങേറി. അശ്വതി ദിനമായ 18 വ്യാഴാഴ്ച വിധിപ്രകാരമുള്ള പൂജകൾ, 3 ആനകളോടെ കൂടിയ കാഴ്ചശീവേലി, പ്രസാദവൂട്ട്, വൈകുന്നേരം നിറമാല ഗുരുതി, വിളക്കെഴുന്നള്ളിപ്പ്, പള്ളിപ്രം NSS കരയോഗം കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവ നടക്കും. ഉത്സവം അവസാന ദിവസമായ വെള്ളിയാഴ്ച പട്ട്, താലി സമർപ്പണം, 5 ആനകളോട് കൂടിയ ഭരണി ആഘോഷ കമ്മിറ്റി വക പൂരം പറയ വീലക്കയറ്റം എന്നിവയും നടക്കും. തൃപ്രയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പായസപൂജയ്ക്കും കളമെഴുത്ത് പാട്ടിനും തുടക്കമായി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് കളം, വൈകിട്ട് ദീപാരാധന, രാത്രി ഭദ്രകാളിക്ക് രൂപക്കളം, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ PG സിദ്ധാർത്ഥൻ, PK സുരേഷ് ബാബു, PS ജഗദീശൻ, PB സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണത്തിനും മഹോത്സവത്തിനും കൊടിയേറി. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ബ്രഹ്മകലശാഭിഷേകം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് കൊടിയേറ്റ കർമ്മം നടന്നു. ക്ഷേത്രം ഗുരുപദം വിവേക് ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT നിതീഷ്, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ,
രാജു ഇയാനി, തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പറനിറക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി നന്ദകുമാർ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ചെയർമാൻ മധുസൂദനൻ പള്ളിയാന, മാനേജർ വിശ്വനാഥൻ പുലാക്കഴി, സെക്രട്ടറി മുരളി വടക്കേ വീട്ടിൽ എന്നിവർ പറനിറക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. തളിക്കുളം തമ്പാൻകടവ് മയൂർ ശ്രീ ഭദ്രകാളി ദുർഗാദി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്ര മേൽശാന്തി സനീഷ് ജഗന്നിവാസ് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നൻ മയൂർ, വേലായുധൻ മയൂർ, ബാഹുലേയൻ, സുബ്രഹ്മണ്യൻ, സിദ്ധൻ മയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക പുളിക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നൃത്തപരിപാടികളും ഓട്ടൻതുള്ളലും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ സുനിൽ, സോജൻ, സുധർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ പഞ്ചവാദ്യത്തിന് തൃപ്രയാർ രമേശൻ മാരാറും ചെണ്ടമേളത്തിന് തൃപ്രയാർ അനിയൻ മാരാരും നേതൃത്വം നൽകി. വൈകിട്ട് വർണ്ണമഴ, തിരുവാതിരക്കളി, ഉറവിടം നാടൻ കലാസമിതിയുടെ ചിലമ്പുലി നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. നാട്ടിക താണിശ്ശേരി വിൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കമായി. രാവിലെ മഹാഗണപതി ഹോമം, മുളപ്പൂജ, ജലദ്രോണി കുംഭേഷ കർക്കരി, ബ്രഹ്മകലശം, പരികലശ പൂജകൾ, വൈകിട്ട് അധിവാസ ഹോമം, കലശാധിവാസം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ വേണുഗോപാലൻ തട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ടി.ആർ. വിജയരാഘവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കാഞ്ഞാണി ചുള്ളിപ്പറമ്പിൽ ഇട്ടിരിമുത്തപ്പൻ ഭഗവതി പരദേവതാ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ വിവിധ പൂജാ ചടങ്ങുകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഭഗവതിയുടെ കളം, പ്രസാദവൂട്ട് എന്നിവയും നടന്നു. തുടർന്ന് വാദ്യമേളങ്ങളോടെയുള്ള എഴുന്നള്ളിപ്പ്, തായമ്പക, രാത്രി എഴുന്നള്ളിപ്പ്, രൂപക്കളം, രാത്രിപൂരം, മംഗളപൂജ എന്നിവയും നടന്നു. ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും ക്ഷേത്രത്തിനു വേണ്ടി ഹരിപ്പാറപ്പുഴ നിർമ്മിച്ചു നൽകിയ വെബ്സൈറ്റിന്റെ പ്രകാശനവും കൊച്ചിൻ ദേവസ്വം ബോർഡ് അന്തിക്കാട് ഡിവിഷൻ ഓഫീസർ PU നന്ദകുമാർ നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ കൊലയാംപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജീവ് സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി ഭരതൻ കല്ലാറ്റ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശവാസികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13-ലെ നമ്പർ 66 ഉൽക്കർഷ് അങ്കണവാടിക്ക് പുതിയ സ്മാർട്ട് കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PS സുജിത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്, വാർഡ് മെമ്പർ ശാന്ത സോളമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷെഫീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VN മേനക, CDPO രഞ്ജിനിയൽ, ICDS സൂപ്പർവൈസർ KB ബസുമതി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിൽ പോയി ഔദ്യോഗിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി തുടങ്ങുന്ന കാലത്ത് ആവശ്യമായൊരു സ്ഥലമാണ് അംഗൻവാടി. ഇവിടെ പാട്ട് പാടി കൊടുക്കും, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും, അവരെ കളിപ്പിക്കും. ഇവിടെ വേറെ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി പോണില്ല, അക്ഷരമൊന്നും പഠിപ്പിക്കാൻ പോണില്ല. അവർക്ക് പോഷകാഹാരം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ ചേരുമ്പോൾ 1ാം ക്ലാസ്സിൽ ചെന്നാൽ നമ്മൾ കുറേ ദിവസം കരഞ്ഞിരിക്കും. നമ്മളെ അമ്മ ആരെങ്കിലും വന്ന് നമുക്ക് കൂടെ കൊണ്ടുവന്ന് കാവൽ നിൽക്കും. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുക. അംഗൻവാടി പഠിച്ച കുട്ടികൾ നോക്കിയേ, അംഗൻവാടി വന്ന് പോയ കുട്ടികൾ, അവർ കഥയും പാട്ടൊക്കെ കേട്ട കുട്ടികൾ കൂട്ടുകാരുടെ ഒപ്പം അത്തള വിത്തള തവളാച്ചി, ചുക്കുപെരിക്കണ ചോലാപ്പ, മറിയം വന്ന് വിളക്കോ ഇതൊക്കെ പറഞ്ഞവർ കളിക്കും. ആ കളിച്ച കുട്ടികൾ പിന്നെ 1ാം ക്ലാസ്സിൽ വന്ന് ചേർന്നാൽ നമ്മൾ കൊണ്ട് ചേർത്തിയാൽ ഒരു കുട്ടിയും പിന്നെ ക്ലാസ്സിൽ പോകാൻ പഠിക്കില്ല. അവർ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിൽ പോകാൻ. ആ രീതിയിലേക്ക് അവരെ മാനസികമായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ ക്ഷേത്ര സന്നിധിയിൽ ദർശന സായുജ്യ നിർവൃതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനസാഗരം തീർത്ത് മോദിയുടെ റോഡ് ഷോ.
വികസന വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കാണിക്കാതെ പ്രവർത്തിക്കുമെന്ന് CC മുകുന്ദൻ MLA. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോടുള്ള സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.